ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സ്റ്റാർട്ട്. ഓക്കെ. ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഹസൻ റളിയല്ലാഹു എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പാർട്ടിസിപ്പൻസ് വരുന്നുള്ളതുകൊണ്ടാണ് തുടങ്ങുന്നത്. ഹസൻ റളിയല്ലാഹു യഥാർത്ഥ ചരിത്രത്തില് അദ്ദേഹം ഖിലാഫത്ത് അധികാരം മുആവിയക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ യഥാർത്ഥ ജീവിതം എന്താണ് എന്നതിനെ പറ്റി കൃത്യമായ വിശ്വാസയോഗ്യമായ രേഖകളൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന് ഭാര്യ പോയിസൺ നൽകി കൊന്നതാണ്, മുആവിയ എന്തോ ഇതിൽ കളിച്ചതാണ് എന്നൊക്കെ പറയുന്നത് ചരിത്രപരമായി നിലനിൽക്കാത്ത വസ്തുതകളാണ്. ഏതായാലും സാധാരണ പറയുന്ന മാതിരി ഞാൻ പറയാം, ഒന്നുകൂടി പരിശോധിച്ചിട്ട് അടുത്ത ആഴ്ചയിൽ പറഞ്ഞു തരികയും ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരായത്ത് തുടങ്ങി രണ്ടാമത്തെ ആയത്തിലേക്ക് വരുമ്പോഴേക്ക് കിട്ടിയില്ല സമയവും. 89-ാമത്തെ ആയത്ത് ഫലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൽ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ. നേരത്തെ ഇസ്രായേലരുടെ പഴയ കഥകളാണ് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ കുറച്ചായി, അതായത് മീസാക്കും 84-ാമത്തെ ആയത്ത് മുതൽക്ക് ഇങ്ങോട്ട് അന്ന് മദീനയിൽ ജീവിച്ചിരുന്ന ജൂതന്മാരെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായ ഒരു വർത്തമാനമാണ് ഈ ആയത്ത്. വലമ്മാ ജാഹും, അവർക്ക് വന്നപ്പോൾ, അവർക്ക് മീൻസ് മദീനയിലുള്ള ഇസ്രായേലർക്ക്, ജൂതന്മാർക്ക്, കിതാബും മിൻ ഇൻദില്ലാഹി, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വേദഗ്രന്ഥം, ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. മുസദ്ദിഖുൽ ലിമാ മഅഹും, ആ ഖുർആൻ അവരെ പക്കലുള്ളതിനെ ശരിവെക്കുന്ന വേദമാണ്. തൗറാത്തിലുള്ള എല്ലാ അബദ്ധങ്ങളും ശരിയാണ് എന്നല്ല, അവർ കൈകടത്തിയതൊക്കെ ശരിയാണെന്നല്ല, തൗറാത്ത് വേദഗ്രന്ഥമാണ് എന്ന കാര്യം അംഗീകരിക്കും. വക്കാനു, അവരോ മിൻ ഖബലു, നേരത്തെ, യസ്തഫ്തിഹൂന, അവർ സഹായം അഭ്യർത്ഥിച്ചിരുന്നു അള്ളാഹുവിനോട്, അലല്ലദീന കഫറു, അവിശ്വാസികൾക്കെതിരെയായി. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മദീനയിലെ ജൂതന്മാര് ഔസ് ഖദറജ് ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടലുകളോ യുദ്ധങ്ങളോ ഉണ്ടാകുമ്പോൾ അവർ പലപ്പോഴും പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവെ, അവസാന കാലത്ത് വരാനുള്ള ഒരു പ്രവാചകനെ കൊണ്ട് നീ ഞങ്ങൾക്ക് ശക്തി നൽകുകയും ഈ മുശ്രിക്കുകൾക്കെതിരെ ഞങ്ങൾക്ക് നീ വിജയം നൽകുകയും ചെയ്യണമേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ അവരത് തുറന്ന് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു, ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചടിക്കുമെന്ന്. അങ്ങനെ ഫലമ്മാ ജാഹും, അവർക്ക് വന്നപ്പോ, മാ അറഫു, അവർക്കറിയാവുന്ന ആ കാര്യം വന്നപ്പോ, അതായത് ആ പ്രവാചകനും ആ വേദഗ്രന്ഥവും വന്നപ്പോ, കഫറൂ ബിഹി, അവർ അദ്ദേഹത്തെ അവിശ്വസിച്ചു. വിശ്വസിച്ച കാര്യത്തെ, അവർക്ക് അറിയാവുന്ന കാര്യത്തെ അവർ അവിശ്വസിച്ചു. അറിയാവുന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വവും വിശുദ്ധ ഖുർആനും. അപ്പൊ അതുകൊണ്ട് ലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ, ശാപമുണ്ട്. ഇവിടെ കാഫിറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ജൂതന്മാരാണ്. അപ്പൊ എന്താണ് ഈ ആയത്തിൽ ചെയ്തതെന്ന് ചോദിച്ചാല്, പിന്നെ അവിടെ സംഭവിച്ച ഒരു കാര്യം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അനശ്വരമാക്കുകയാണ്, നമ്മയൊക്കെ അറിയിച്ചു തരികയാണ്, ഇങ്ങനൊരു വസ്തുത അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര ധൈര്യസമേതം ഖുർആൻ കാനു മിൻ ഖബലി യസ്തഫ്തിഹൂന അലല്ലദീന കഫറു എന്നൊക്കെ പറയുമ്പോൾ ആ വസ്തുത അവരാരും നിഷേധിച്ചിട്ടില്ല. ആര്? ഞങ്ങളാരും അങ്ങനെ ഒരു പ്രവാചകനെ കാത്തിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ഇല്ലാവചനം പറയുന്നത് എന്നാരും ചോദിച്ചിട്ടില്ല. പിന്നെ ഇനി അഥവാ അങ്ങനെ ഉണ്ടായിരുന്നു, അവർ ചോദിച്ചിരുന്നു, പക്ഷെ ഇസ്ലാമിന് മെജോറിറ്റി കിട്ടിയപ്പോ, മുസ്ലിങ്ങൾക്ക് ആധിപത്യം കിട്ടിയപ്പോ ആ വിമർശനങ്ങളൊക്കെ ചരിത്രത്തിൽ തള്ളപ്പെട്ടു പോയതാണ് എന്ന് പറയാനും വയ്യ. കാരണം എന്താ? ശക്തമായ ഒരു പ്രതിപക്ഷം, അത് നമ്മളെ കാലത്തിന്റെ വാക്കാണ് കേട്ടോ, ഒരു പ്രതിപക്ഷം അവിടെ നിലനിന്നിരുന്നു. ഐ കാണ്ട് ഹിയർ എനിത്തിങ് എന്നൊക്കെ പറയുന്നു.
കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. അപ്പോ ആ ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ മുനാഫിക്കുകൾ, കാപ്പട്യമുള്ള ആളുകള് അവിടെ ജീവിച്ചിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ എതിർക്കാനോ വിമർശിക്കാനോ പറ്റുന്ന ഏത് സാഹചര്യവും അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. അപ്പോ മദീനയിലെ ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് അവസാനം വരാനുള്ള ഒരു നബിയെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന ഖുർആന്റെ പരാമർശം അബദ്ധമാണെങ്കിൽ അവരത് പൊക്കിപ്പിടിച്ച് സംസാരിക്കേണ്ടതാണ്. പക്ഷെ അതുണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ പിൽക്കാലക്കാരായ നമുക്ക് ഉറപ്പാണ്. എന്ത്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങൾ തന്നെ ആണ് എന്നതിന് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിനെ അംഗീകരിക്കേണ്ട ഒരു വലിയ വിഭാഗം ആളുകൾ പിന്നെ ഖുർആനിൽ വന്ന പരാമർശങ്ങളെ അംഗീകരിക്കേണ്ട ഒരു പ്രധാന വിഭാഗം ആളുകൾ ഇസ്രായേലരാണ്. അവരതിനെ എതിർക്കാൻ പോയിട്ടില്ല എന്നർത്ഥം. ഖുർആൻ അവർ അംഗീകരിച്ചില്ല, അത് വേറെ വിഷയം. ഇനി ആ ആയത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് നമ്മൾ. ഇനി ആ ആയത്തിൽ നിന്ന് കിട്ടുന്ന ചിന്ത എന്താണ്? ബോധം എന്താണ്? അതിതാണ്. എന്താണത്? അറിവുണ്ടായത് ഒരു കൂട്ടർക്ക്, അതുകൊണ്ട് ഉപകാരം ലഭിച്ചതോ വേറൊരു കൂട്ടർക്കും. മനസ്സിലായോ പറഞ്ഞ? അവസാന കാലത്ത് ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടും. ആ പ്രവാചകൻ വരേണ്ട കാലഘട്ടം അടുത്തിട്ടുണ്ട്, ലക്ഷണങ്ങളൊക്കെ ഏതാണ്ട് അരികത്തെത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഒരു അറിവാണ്. ആ അറിവ് പാരമ്പര്യമായി ലഭിച്ചത് ആർക്കാണ്? മദീനയിലെ ജൂതന്മാർക്ക്. പക്ഷെ ആ അറിവ് അവർക്ക് ഉപകാരപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ ഉപകാരപ്പെടുത്തിയില്ല. പകരം ആ അറിവ് ആർക്ക് ഉപകാരപ്പെട്ടു? ഔസിലും ഹസ്റജിലും പെട്ട ആളുകൾക്ക് ഉപകാരപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മക്കയില് 13 വർഷ കാലഘട്ടത്തിലെ അധ്വാനം കൊണ്ടാണ് ആ പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഉണ്ടായത്. ഇത് ഞാൻ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനത്തിന് എന്തെങ്കിലും കുറവുണ്ടായി എന്ന അർത്ഥത്തിനല്ല. അത് മക്കയിലെ ജനങ്ങളുടെ മാനസികമായ പ്രകൃതിയും മദീനയിലെ ജനങ്ങളുടെ പ്രകൃതിയും തമ്മിൽ വളരെ വ്യത്യാസമാണ്. അതിപ്പോഴും ബോധ്യപ്പെടും നിങ്ങൾക്ക് പോയാല്. മക്കയിലെ ജനങ്ങളുടെ ആൾക്കാരുടെ അവസ്ഥ എന്താണ്, മദീനയിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്. അപ്പൊ അങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല. മുസ്തഫ ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി മദീനയിലേക്ക് നിയോഗിച്ചിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോഴേക്ക് മദീനയിലെ ഓരോ വീട്ടിലും ഒരു മുസ്ലിമായ മനുഷ്യനെങ്കിലും ഉണ്ടായിരുന്നു. ഇത് താരതമ്യം ചെയ്തിട്ട് നബിയേക്കാൾ സമർത്ഥനായി പ്രബോധന പ്രവർത്തനം ചെയ്തത് മുസ്തഫ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആണെന്നൊന്നും പറയാൻ നിൽക്കരുത്. അബദ്ധാണ്, വലിയ അബദ്ധാണ്. ഇവിടുത്തെ അനുകൂല ഘടകം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഒരു അനുകൂല ഘടകം ഉണ്ടായിരുന്നു മദീനയിൽ. അതെന്താണ്? അത് ഔസും ഖദറജും നിലനിന്നിരുന്ന നിരന്തരമായ യുദ്ധത്തിൽ അവർ മടുത്തിരുന്നു, ഏറ്റുമുട്ടൽ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. പിന്നെ അപ്പുറത്ത് ജൂതന്മാർ താമസിക്കുന്നത് കൊണ്ട് വേദം, ദൈവം, പ്രവാചകത്വം എന്നൊക്കെ ഇങ്ങനെ കുറെ കേട്ട് അവരുടെ ശീലങ്ങളുണ്ട്. പിന്നെ ജൂതന്മാർ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അവസാന കാലഘട്ടത്തിൽ ഒരു നബി വരാനുണ്ട് തുടങ്ങിയ വിഷയങ്ങൾ. ഈ അനുകൂല ഘടകങ്ങളോടൊപ്പം പിന്നെ മുസ്തഫ ബിൻ ഉമർ എന്ന് പറയുന്ന മഹൽ വ്യക്തിയുടെ വ്യക്തിത്വം, പിന്നെ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന, മദീനയിൽ നിന്ന് കടന്നു വന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ സഹാബിമാരുടെ പെരുമാറ്റങ്ങളും രീതികളും, അവരാണ് ശരിക്കും അതിൽ സജീവ രംഗം വഹിച്ചത്. ഖുർആൻ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം മുസ്തഫ ബിൻ ഉമർ റളിയല്ലാഹുവിന്റെ ഭാഗത്താണെങ്കിലും ബാക്കി ജനങ്ങളെ അടുപ്പിക്കുന്ന വിഷയത്തിൽ മുസ്തഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നവർക്കുണ്ട്. അപ്പൊ ആ ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ മദീനയിലെ ഔസ് ഖദറജ് ഗോത്രത്തിലെ മുശ്രിക്കുകൾ അൻസാരികളായി മാറാൻ ഏറെ സഹായിച്ച ഘടകം ഈ ജൂതന്മാരുടെ ഈ വാക്കാണ്. എന്ത്? അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ടല്ലോ അള്ളാഹുവെ, ആ പ്രവാചകനെ കൊണ്ട് ഇനി ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് അവർ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു.
അതാ ഹസ്രജ് ഗോത്രത്തിലെ ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വന്ന സമയത്ത് അവർ ഔസിനെതിരിൽ മക്കാ മുശ്രിക്കുകളുടെ സഹായം തേടാനും ശരിക്കും വന്നത്. ആ വന്ന സമയത്താണ് വഴിയോരത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇസ്ലാമിനെ പറ്റി സംസാരിച്ചത്. അപ്പോഴാണ് അവരെ തമ്മിൽ പറഞ്ഞത്, എടാ ഇത് ആ മദീനയിലെ നമ്മളെ നാട്ടിലെ ജൂതന്മാര് സാധാരണ പറയാറുള്ള ആ നബിയാണിത്. ജൂതന്മാര് വിശ്വസിക്കുന്നതിന് മുമ്പ് നമുക്ക് വിശ്വസിക്കണം ഈ നബിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിശ്വസിക്കാൻ ഒരുങ്ങിയത്. പക്ഷെ അവിടെ വെച്ച് അവർ പറഞ്ഞില്ല, നമുക്ക് രാത്രിയിൽ മിനായുടെ സമീപത്തുള്ള അഖബയിൽ വെച്ച് സന്ധിക്കാം, അവിടെ വെച്ച് സംസാരം തുടരാം എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. അപ്പൊ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രവാചകൻ അയക്കപ്പെടാനുണ്ട് എന്നും ആ പ്രവാചകൻ നിയോഗിക്കപ്പെടാനുള്ള സമയമായിട്ടുണ്ട് എന്നും പാരമ്പര്യമായി അറിവുള്ള ആളുകൾ ഇസ്രായേലരായിരുന്നു. പക്ഷെ ആ അറിവ് അവർക്ക് ഉപകാരപ്പെട്ടില്ല. ആ അറിവ് കൊണ്ട് ഉപകാരപ്പെട്ട ആർക്കാണ്? അത് അന്ന് മുശ്രിക്കുകളായിരുന്ന മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾക്കായിരുന്നു. എന്താ ഇപ്പൊ ഇതൊരു ചിന്തയായി ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞിട്ട് എന്ന് ചോദിച്ചാൽ, ഈ അറിവിന്റെയും ഹിദായത്തിന്റെയും ഒക്കെ അവസ്ഥ ഇതാണ്. അറിവുണ്ടായി എന്നതുകൊണ്ട് മാത്രം അത് ഹിദായത്തിലേക്ക് എത്തിച്ചു കളയണം എന്നില്ല. അത് ഹിദായത്തിന് സന്മാർഗത്തിൽ എത്തിച്ചേരുക എന്നതിനൊക്കെ അതിൻ്റെതായ കുറെ ഘടകങ്ങൾ വേറെയും ഒത്തുചേരേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കാം. അപ്പോ ഞാൻ ഖുർആൻ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഖുർആൻ പഠിക്കുകയാണ്, നിങ്ങളും പഠിച്ചവരാണ്, ഏറെ പഠിച്ചവരാണ്. അപ്പൊ നമുക്ക് ലഭിക്കേണ്ടത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ്. അപ്പോ നമ്മളൊക്കെ പരിശോധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ അറിവുകൾ നമ്മൾ മറ്റുള്ളവരെക്കാൾ ഏറെ അള്ളാന്റെ വിധികളും വിലക്കുകളും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചാല്, ഖുർആന്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാല് അത് നമുക്കൊക്കെ എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് ആലോചിക്കുക ഞാനടക്കം. പണ്ടൊരിക്കല് മഹാനായ KC അബൂബക്കർ മൗലവിയുടെ ഒരു പ്രസംഗം, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാവട്ടെ, കഴിഞ്ഞ തലമുറയിലെ വളരെ സമർത്ഥനായ ഒരു പണ്ഡിതനും പ്രാസംഗികനൊക്കെയാണ്. അപ്പോ അദ്ദേഹം ഒരിക്കൽ ഈ ഉലമാക്കളുടെ മാത്രം ചില സിറ്റിങ്ങുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇടയ്ക്ക്. അപ്പൊ അദ്ദേഹം സംസാര മധ്യം ഉപയോഗിച്ചൊരു വാക്കുണ്ട്, നമ്മളൊക്കെ പറയുന്ന വയലും കുതുബയും ക്ലാസും ഒക്കെ കേട്ടിട്ട് സാധാരണക്കാരായ ആളുകള് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാവുകയും അത് പറഞ്ഞു കൊടുക്കുന്ന നമ്മളൊക്കെ ആ ഭാഗ്യം കിട്ടാതെ പോവുകയും ചെയ്യോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂടി അടച്ചാക്ഷേപിച്ച് പറഞ്ഞതല്ല, അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം അങ്ങനെ നിലനിന്നിരുന്നു. ഈ സംഘടന ഇപ്പോഴൊന്നുമില്ല, അദ്ദേഹം മരിച്ചിട്ട് തന്നെ 10-12 കൊല്ലമായി കാണും. അതിന്റെയൊക്കെ മുമ്പാണ്, 30 കൊല്ലത്തെ മുമ്പത്തെ അവസ്ഥയാണ്. അപ്പൊ ഇത് ഓർമ്മിക്കുക, അതാണ് അതിലുള്ള ആശയം. ഇനി 90-ാമത്തെ ആയത്തിലേക്ക് പോവാണ്. ഈ മേലെ ആയത്തും 90-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅനത്തുല്ലാഹി അലൽ കാഫിരീൻ, അവിശ്വാസികൾക്ക് മേൽ അള്ളാഹുവിന്റെ ശാപം. ഇവിടെ എന്താണ് ഈ ശാപം? ശാപം എന്ന വാക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള വാക്കല്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെടുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഓരോ സ്ഥലത്തും ഏതർത്ഥത്തിലാണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് ആ സ്ഥലം നോക്കി മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോ ഈ യഹൂദികൾക്ക് അള്ളാന്റെ ശാപം എന്ന് പറയുമ്പോ കാര്യങ്ങൾ ചിന്തിക്കാനും ഹിദായത്തിലേക്ക് എത്താനുമുള്ള ആ ഭാഗ്യം അവർക്ക് തടയപ്പെട്ടു. അത് അവർക്ക് ഏറ്റ ശാപം. അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പ്രതീക്ഷിച്ചിട്ട് കാത്തിരുന്നിട്ട് ഒടുവിൽ ആ പ്രവാചകൻ അരികത്ത് വന്നപ്പോ അദ്ദേഹത്തെ പിൻപറ്റാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തി. അവരവസ്ഥാലോചനകളെ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയവര്. അപ്പൊ അടുത്ത ആയത്ത് എന്താണ്? അവർക്ക് ഇങ്ങനെ ഒരു ശാപമേൽക്കാനുള്ള കാരണം എന്താണ്? ഖുർആന്റെ ക്ലാസ് എടുക്കുമ്പോ
കേട്ടുമടുത്തവരുണ്ടാവും ഈ ക്ലാസ്സിൽ അല്ലേ? അതായത് എന്റെയൊക്കെ ഒരു അനുഭവമാണ് ഞാനീ പറയുന്നത്. ഖുർആൻ മലയാള പരിഭാഷയൊക്കെ ഏതോ കുട്ടിക്കാലത്തൊക്കെ വായിച്ചു നോക്കാറുണ്ട്, ഒന്നും മനസ്സിലാവാറില്ല, ഇങ്ങനെ വായിച്ചു. പിന്നെ ഖുർആൻ പഠനം കോളേജിലൊക്കെ തുടങ്ങിയപ്പോഴും അധ്യാപകന്മാരെ ഒന്നും കുറ്റം പറയുന്നില്ല, അത് എന്റെ പോരായ്മയായിരിക്കും. ഈ പറയുന്ന ആയത്തുകൾ തമ്മിൽ എന്ത് പൊരുത്തം, എന്ത് ബന്ധം, എന്ത് തുടർച്ച എന്നത് പലപ്പോഴും വ്യക്തമാക്കപ്പെടാതെ പോയിരുന്നു. എന്റെ നല്ലവരായ ഗുരുനാഥന്മാരെ തള്ളിപ്പറയല്ല ഞാൻ. എന്തിനാണ് ഈ സംഭവം, ഇത് നേരത്തെ പറഞ്ഞില്ലേ, പിന്നെയും എന്തിനാ പറയുന്നത് എന്ന സംശയം അത് നിങ്ങൾക്കും വരാം. എന്താണ് ഈ ആയത്തും മേലെ ആയത്തും തമ്മിലുള്ള ബന്ധം? അതുപോലെ ഇതേ സംഭവം നേരത്തെ പറഞ്ഞുവല്ലോ, വീണ്ടും ആവർത്തിക്കുന്നത് എന്തിനാണ്? ഈ രണ്ട് ചോദ്യങ്ങൾ ഖുർആന്റെ പഠനത്തിൽ ഉടനീളം വരണം. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്താ ഇത്ര പിന്നെ ശക്തമായി പറയാതിരുന്നതെന്ന് ചോദിച്ചാൽ, ഇതുവരെ ഏതാണ്ട് ഒരു ക്രമത്തിൽ ഇങ്ങനെ ഒരേ വിഷയത്തിന്റെ തുടർച്ചയായിരുന്നു. ഇസ്രായേലിന്റെ പഴയ കഥകൾ ഇങ്ങനെ പറഞ്ഞു വരികയായിരുന്നു. ഇപ്പൊ അവസ്ഥകൾ മാറുകയാണ്. അപ്പോ 89-ാമത്തെ ആയത്തും 90-ാമത്തെ ആയത്തും തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിച്ചാൽ, ആയത്തിന്റെ അർത്ഥമൊന്നും ഞാൻ പറഞ്ഞില്ല, ആദ്യം ബന്ധം പറയാം. എന്തുകൊണ്ട് ഇവർ ശാപത്തിനിരയായി? അവർക്ക് ശാപമേറ്റു എന്നല്ല പറയുന്നത്, എന്തുകൊണ്ട് ശാപത്തിനിരയായി? പ്രവാചകന്മാരെ ധിക്കരിക്കുക എന്നൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ് ലോകത്ത്. പക്ഷെ ഇവർക്ക് എന്ത് ശാപമേറ്റു? നോക്കാം. ബിസമാ, എത്ര ചീത്തയാണ്. മഷ്തറവും, അവർ വിറ്റത്, ഈ അതിന് പകരമായി അംഫുസഹും, അവരുടെ ശരീരങ്ങളെ, അവരുടെ സ്വന്തം ശരീരങ്ങളെ, അഥവാ അവരുടെ ശരീരങ്ങൾക്ക് മരണശേഷം കിട്ടുമായിരുന്ന ഒരു സ്വർഗീയ സുഖത്തെ അവർ വിറ്റുകളഞ്ഞു. എന്തോ ഒന്നിന് പകരമായി ആ വിറ്റ വസ്തു, ആ വിറ്റതിന് പകരം കിട്ടിയത് എത്ര മോശമായതായി. എന്താണ് അവർ വിറ്റു എന്ന് പറയാൻ കാരണം? അയ്യഫുറു, അതായത് അവർ അവിശ്വസിച്ചു. ബിമാ അൻസലല്ലാ, അള്ളാഹു അവതരിപ്പിച്ചതിനെ, വിശുദ്ധ ഖുർആനെ. ഇനിയാണ് പോയിന്റ്. എന്തിനാണ് അവർ അവിശ്വസിച്ചത്? ബഗ്യൻ, അസൂയയാൽ. മർമ്മം ഇതാണ്. ഇത്രയൊക്കെ മനസ്സിലാക്കിയ വേദക്കാർ എന്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരുന്നത്? അതിന്റെ കാരണം ബഗ്യാണ്, അസൂയയാണ്. എന്തിന്റെ പേരിൽ അസൂയ? അയ്യുനസ്സിലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിലുള്ള അസൂയ. മിൻ ഫളിലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അലാമയ്യശാവു, അവൻ ഇഷ്ടപ്പെടുന്ന, മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന്. അള്ളാഹു അവന്റെ ഔദാര്യത്താൽ അവന്റെ വഹയി അവനിഷ്ടപ്പെട്ട ദാസൻ അവതരിപ്പിച്ചു കൊടുത്തു. അത് അള്ളാഹിന്റെ സ്വാതന്ത്ര്യമാണ്. അത് ഇവർക്ക് പറ്റിയില്ല. അതാണ് ഈ അസൂയ. എന്താ സംഭവം മനസ്സിലായോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും പിന്നെ ഒന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും. ഈ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷം അള്ളാഹു ഒരുപാട് നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ നബിമാരൊക്കെയും വന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വംശ പരമ്പരയിലാണ്. പുറത്തൊരു വംശത്തിൽ നിന്ന് നബിയെ തെരഞ്ഞെടുത്തിട്ടില്ല. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ആ പ്രവാചകന്മാർ മുഴുവൻ വന്നത് ഇസ്ഹാഖ് നബിയുടെ വംശപരമ്പരയിലാണ്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അബുൽ അംബിയ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, നബിമാരുടെ പിതാവ്. അതിന്റെ കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം അയക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയിലാണ് വന്നിട്ടുള്ളത്. അത് തന്നെ ഇസ്മായിൽ സന്തതികളിലല്ല, ഇസ്ഹാഖ് നബിയുടെ സന്തതികളിലാണ്. ക്ലിയർ ആയോ?
ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ശേഷം വന്ന എല്ലാ പ്രവാചകന്മാരും, ഈസാ നബി അലി ഇസ്ലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അയക്കപ്പെട്ടത് ഈ ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിന്റെ വംശപരമ്പരയിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ അവസാനമായി വരാനുള്ള പ്രവാചകനും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയിലായിരിക്കും വരിക എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ആവണം. ആ അടിസ്ഥാനത്തിലാണ് അവർ കാത്തിരുന്നത്. പക്ഷെ അയക്കപ്പെട്ടപ്പോ ആ പ്രവാചകൻ അയക്കപ്പെട്ടത് ഇസ്മായിൽ നബിയുടെ വംശപരമ്പരയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ഹാഖ് നബിയുടെ വംശപരമ്പരയില്ല, ഇസ്മായിൽ നബിയുടേതാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ വംശപരമ്പരയിൽ ഒരൊറ്റ നബി അയക്കപ്പെട്ടിട്ടുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ അവരുടെ അസൂയയുടെ കാതൽ ഇതാണ്. എന്താണ്? ഇതുവരെ അള്ളാഹു അയച്ച പ്രവാചകന്മാരൊക്കെയും ഞങ്ങളുടെ കുടുംബ താവഴിയിലും പാരമ്പര്യത്തിലുമായിരിക്കെ അവസാനമായി അള്ളാഹു നിയോഗിക്കാൻ തെരഞ്ഞെടുത്ത പ്രവാചകന് തെരഞ്ഞെടുത്തത് ഞങ്ങളെ താവഴി കുടുംബ പാരമ്പര്യം വിട്ടിട്ട്, ഞങ്ങളെ കസിൻ ബ്രദറാണ്, സമ്മതിച്ചു, ആ കുടുംബ പാരമ്പര്യയിലായി പോയല്ലോ എന്നതുകൊണ്ട് ഉള്ള അസൂയ, അതായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇത് എന്റെ ഔദാര്യമല്ലേ വഹ്യ് കൊടുക്കുക എന്നത്, നബിയായി തെരഞ്ഞെടുക്കുക എന്നത്. അത് എനിക്കിഷ്ടമുള്ള പ്രവാചകന്മാർ വ്യക്തികൾക്ക് ഞാൻ കൊടുത്തുകൂടെ? അതിന് നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? അപ്പൊ ജൂത ക്രൈസ്തവ വിഭാഗങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാനുള്ള ഒരു കാരണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അന്ത്യപ്രവാചകൻ അയക്കപ്പെട്ടത് ഇസ്ഹാഖ് നബിയുടെ വംശത്തിലായി പോയില്ല, ഇസ്മായിൽ നബിയുടെ വംശത്തിലായിരുന്നു എന്നതാണ് യഥാർത്ഥ കാരണം. എന്നിട്ട് ആയത്തിന്റെ ബാക്കി എന്നുള്ള വാക്കിന് തിരിച്ചു പോവുക എന്നാണ്. തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അർഹരാവുക എന്നാണ്. ഓളബിൻ അല ഓളബിൻ, അവരുടെ ഈ പ്രവർത്തനം കാരണമായി അവർ കോപത്തിന് മേൽ കോപത്തിന് അർഹരായി തീർന്നു എന്നാണ് വാക്കിന്റെ അർത്ഥം. അവർ കോപത്തിന് മേൽ കോപവുമായി തിരിച്ചു പോയി എന്നാണ്. അതിലൊരു വർണ്ണനയുണ്ട്. എന്താണ്? ഒരിടത്ത് പോയി അവിടുന്ന് സംതൃപ്തിയും അംഗീകാരവും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടിയതൊക്കെ ആക്ഷേപവും ശാപവുമാണ്, തിരിച്ചുപോയി, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? മലയാള അർത്ഥം ഇതാണ്, അവർ കോപത്തിന് മേൽ കോപവുമായി തിരിച്ചുപോയി. അതിന്റെ അർത്ഥം ഇസ്രായേലിയർ ഈ കാരണത്താൽ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി. വലിൽ കാഫിരീന, ഈ അവിശ്വാസികൾക്ക് അദാബുൻ, ശിക്ഷയുണ്ട്, മുഹീനുൻ, നിന്ദ്യമായ ശിക്ഷയുണ്ട്. ആയത്ത് ക്ലിയർ അല്ലേ? എന്താണ് ഈ ആയത്ത്? മേലെ ആയത്തിൽ ഇവർക്ക് ശാപമേറ്റു എന്ന് പറഞ്ഞു. ആ ശാപം ഞാൻ വീണ്ടും ആവർത്തിക്കാണ്. എന്താണ് ശാപം? അവർക്ക് ഈ അറിവുകളൊക്കെ ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ പറ്റുന്ന അനുഗ്രഹത്തിൽ നിന്ന് അവർ തടയപ്പെട്ടു. അള്ളാഹു തടഞ്ഞു നിർത്തിയതല്ല, അവരുടെ മാനസിക നില അതായപ്പോ പ്രകൃതിപരമായി സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്ന് മാത്രം. ആ ശാപമേൽക്കാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. എന്താണ് കാരണം? അവരെ മനസ്സിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തതിൽ അസൂയ പൂണ്ടവരായിരുന്നു അവർ. എന്തിന്റെ പേരിലെ അസൂയ? ആ അസൂയ അദ്ദേഹം ഇസ്മായിൽ നബിയുടെ വംശത്തിലായി പോയി എന്ന അസൂയ. അപ്പൊ ഇനി എനിക്കധികം സമയം കളയേണ്ട ആയത്തുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പെട്ടെന്ന് എനിക്ക് അതിന്റെ ചിന്ത പറയാം. ഒന്ന്, സൂറത്തുൽ ഫാത്തിഹയിൽ ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്ന് പ്രയോഗിക്കുന്നുണ്ട്. അള്ളാഹുവേ, നിന്റെ കോപത്തിനിരയായവരുടെ മാർഗത്തിൽ ഞാൻ എന്നെ ചേർക്കരുത് എന്ന് പറയുന്നു. ഫാത്തിഹ പഠിച്ചവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണ്? പ്രധാനമായി ജൂതന്മാരെയാണ്. ലാലീൻ, വഴിപിഴച്ചവരുടെ മാർഗത്തിലും ഞങ്ങളെ ചേർക്കരുത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പം പരസ്യമായി പറഞ്ഞാല് അതൊരു വർഗീയമാവുമെന്നൊന്നും എനിക്കറിയില്ല. ആവുകയാണെങ്കിൽ ആവട്ടെ, പ്രാർത്ഥിക്കുന്ന അതാണ്. അള്ളാഹു എന്നെ അനുഗ്രഹിച്ച പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹ്യങ്ങൾ, ആ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണമേ. എന്നാൽ കാലാകാലമായ തന്റെ കോപത്തിന് പാത്രമായ ഈ ജൂതന്മാരുടെ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കരുത്. ഈ വഴിപിഴച്ചവരായ ഈ ക്രിസ്ത്യാനികളെ മാർഗത്തിലും ഞങ്ങളെ ചേർക്കരുത്.
ഇനിയൊരു കാര്യം, നമ്മുടെയൊക്കെ പലരുടെയും ചിന്താഗതി എന്താന്ന് ചോദിച്ചാല്, അച്ചായന്റെ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവര് കേട്ടാലും വെറുക്കേണ്ട കാര്യമൊന്നുമില്ല, ആ രൂപത്തിലൊക്കെ ആയി തീരാനൊക്കെ. ഈ മാതാപിതാക്കളെ ഒന്നും നോക്കാതെ ഈ ന്യൂക്ലിയസ് പിന്നെ ഫാമിലി ഒക്കെ ഉണ്ടല്ലോ, അതായത് അച്ഛനെയും അമ്മനൊക്കെ വേറെ ആരെങ്കിലും നോക്കട്ടെ, താനും തന്റെ ഭാര്യയും തന്റെ കുട്ടികളും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒതുങ്ങുന്ന ആ ജീവിത ചിന്താഗതി അതുപോലെയുള്ളതൊന്നും മുസ്ലിം സമൂഹത്തിന് നേരത്തെ പരിചയമുള്ള കാര്യങ്ങളല്ല. അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് പരസ്പരം പിന്നെ പകർന്നെടുത്ത് ചെയ്തു പോയവയായുള്ളവ കുറെ കാര്യങ്ങൾ. ഇത് കൂടെ താമസിക്കുന്ന, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ കൂടെ താമസിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ പകർക്കപ്പെട്ടതായിരിക്കാം. ഞാൻ ഒന്ന് പറഞ്ഞോളൂ, ഒരുപാടുണ്ട്. അങ്ങനെ അങ്ങോട്ടുള്ള ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ഒരു പ്രവണത എന്താന്ന് പറയുക, നിങ്ങൾക്ക് അവരെ പോലെ ആവണ്ടേ, അവരെ പോലെ ആവണ്ടേ, അവരെ പോലെ ആവണ്ടേ എന്നാ, അല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കില് ക്രിസ്ത്യാനികളുടെ പിന്നെ ക്രിസ്തുമസ് ഒക്കെ എല്ലായിടത്തും ഒരൊറ്റ ദിവസമാണ്. എന്നാ പിന്നെ ഡിസംബർ 25-ന്. നമ്മളെ മുസ്ലിങ്ങളെ പെരുന്നാള് പല ദിവസമാണ്. നമുക്കൊന്ന് ഏകീകരിക്കണ്ടേ? ഈ ചിന്ത എവിടുന്ന് വന്നതാ? ഇപ്പോ നടക്കുന്ന വിധത്തിൽ 3-4 ദിവസം അടുത്തടുത്ത സ്ഥലങ്ങളിൽ തന്നെ മാറി മാറി നടക്കുന്നതിനോട് ഇസ്ലാമികമായി കാഴ്ചപ്പാടുള്ളവനല്ല ഞാൻ. അങ്ങനല്ല. ലോകത്തൊന്നായിട്ട് ഒരു ദിവസം പെരുന്നാളാണ്. നമ്മൾ വെറുതെ പറയല്ലാന്ന്. ശവ്വാൽ 1-നാ ചെറിയ പെരുന്നാള്, ദുൽഹജ്ജ് 10-നാ വലിയ പെരുന്നാള്. ഒരു മാറ്റമില്ലേന്. പക്ഷെ ഈ ശവ്വാൽ 1 എല്ലായിടത്തും ഒരു സമയത്ത് ആകുന്നില്ല. അത് നമുക്ക് തിരുത്താൻ പറ്റുമോ? പ്രപഞ്ച നിയമല്ലേ. ശവ്വാൽ 1 എല്ലായിടത്തും ഒരുപോലെ ആകുന്നില്ല. ഇനി ഒരു 14 നൂറ്റാണ്ട് കാലം, ഈ 924 വരെയുള്ള കാലത്ത് മുസ്ലിങ്ങളുടെ നേതൃത്വം ഉണ്ടായിരുന്നു, ഒരു ആഗോള നേതൃത്വം ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക്. ആ കാലത്ത് അവരെങ്ങനെയാ പെരുന്നാൾ കഴിച്ചിരുന്നതൊക്കെയാണ്? ഒരു മഹല്ലിൽ പെരുന്നാളും അടുത്ത മഹല്ലിൽ പെരുന്നാൾ ഇല്ലാതിരിക്കും, അതൊന്നും സമ്മതിച്ചിട്ടില്ല ഖലീഫമാരാൽ. ഒരു പ്രവിശ്യ, ഒരു ഏരിയ, രേഖാംശത്തിന്റെയും അക്ഷാംശത്തിന്റെയും കണക്കുകൾ നോക്കി ഒരിടത്ത് മാസപ്പിറവി കണ്ടാൽ അത് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ മാത്രം ഏകീകരിച്ച്, എനിക്ക് പൂർണ്ണമായി പഠിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് പൂർണ്ണമായി പഠിക്കാൻ കഴിയില്ല, പഠിച്ചിടത്തോളം ഞാനീ പറഞ്ഞേ, ഏകീകരിച്ചിട്ട് മത്തിലകളിൽ നോക്കിയിട്ട് അവര് നടത്തി. അപ്പൊ സിറിയയിൽ പെരുന്നാളാവുമ്പോൾ മദീനയിൽ പെരുന്നാൾ ആയിട്ടില്ല, സഹാബികളുടെ കാലത്ത് വരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം. കാരണം എന്താ? രണ്ട് അക്ഷാംശത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ സിറിയയിൽ അവർ മാസം കൊണ്ട് പെരുന്നാൾ കഴിച്ചോണ്ട് ഞങ്ങൾ ഇവിടെ പെരുന്നാൾ കഴിക്കാം എന്നാണ് സഹാബികളുടെ തീരുമാനമുണ്ടായത്. പക്ഷെ മദീനയുടെ തെക്കും വടക്കും 2 പെരുന്നാൾ അതുണ്ടായിട്ടില്ല. അപ്പൊ ആ യോജിപ്പുണ്ടാവും അതിൽ കുറെ എളുപ്പവുമുണ്ട്, ആളുകൾക്ക് കുറെ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ ഈ തുടർന്നുള്ള മാസങ്ങളുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ തീരുമാനിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്. കാരണം അടിസ്ഥാനപരമായ ഒരുപാട് വിഷയങ്ങൾക്ക് ദീൻ അംഗീകരിക്കുന്നത് ഈ ക്രസന്റിന്റെ, ഹിലാലിന്റെ പിന്നെ ഉദയവും ചന്ദ്രമാസവുമാണ്. അപ്പൊ അതുകൊണ്ട് അത് മാറ്റാൻ നിൽക്കണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇതൊന്ന് ഏകീകരിക്കേണ്ടവേ എന്ന ചിന്തക്ക് ഒരു കാരണം, നമുക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും, പിന്നെ മലപ്പുറം ജില്ലയിൽ പെരുന്നാള്, കോഴിക്കോട് ജില്ലയിൽ പെരുന്നാളില്ല. ഇനി കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലാണെങ്കിൽ തന്നെ മുജാഹിദ് മഹലിലുണ്ട്, AP മഹലിലില്ല, EK മഹലിലുണ്ട്, ജമാഅത്ത് മഹലിലില്ല. ഈ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. അതെന്താ സംഭവം എന്നറിയോ? നമ്മളൊക്കെ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി വല്ലാതെ പാടുപെടുന്നവരാ. അതായത് ഇപ്പം ഞാൻ ആരെയും വിമർശിക്കല്ല, ഇപ്പം സംഘടനയുടേതായ മേലുല്ലാസമൊക്കെ നിങ്ങൾക്കും ഒക്കെ ഉണ്ട്, ഉള്ളവരില്ലാത്തവരുണ്ടാവാം. സംഭവം എന്താ നിങ്ങള്, ഒരു വിഷയം ഇപ്പൊ മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം വന്നു നിന്നൊക്കെ ഇപ്പോഴത്തെ നമ്മുടെ വർത്തമാനകാലം പറയാൻ ഞാൻ, അത് വന്നാല് നമ്മളൊന്നിരുന്ന് കൂടി ആലോചിച്ചിട്ട് അതിനെതിരെ നമുക്ക് എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനെ പറ്റി ഒരു കൂട്ടായ്മയും ഒരു കൂടിയാലോചനയും ഒന്നും ഈ തലയെ കത്തുന്ന നേരത്തും നമ്മുടെ സമുദായത്തിൽ ഇല്ലല്ലോ. അതിനെതിരെ ആദ്യം പ്രതികരിച്ചത് ഞങ്ങളാ, മറ്റവരൊന്നും ചെയ്തിട്ടില്ല, അല്ല ഞങ്ങളാ മറ്റവരൊന്നും ചെയ്തിട്ടില്ല, അല്ല ഞങ്ങളാ മറ്റവരൊന്നും ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയാണ് എല്ലാവരുടെ കയ്യിലുള്ളത്. സത്യമല്ല ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ സത്യം പറയുന്നവരെ പലർക്കും ഇഷ്ടാവൂല. ഞാനൊരു സംഘടനയുടെ ഒക്കെ അങ്ങനെ ഒരു മെമ്പർ എന്നുള്ള സ്ഥാനത്തെക്കാൾ ഏറെ
അനുഭാവിയൊക്കെ ആയി നിൽക്കുന്ന ആളൊക്കെ തന്നെയാണ്. തങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നുള്ളതല്ല വിഷയം. പിന്നെ നമ്മളിങ്ങനെ കാത്തു നിൽക്കുക, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവും, ഒരു സംഭവം ഉണ്ടാവാൻ, അതിനെപ്പറ്റി പ്രതികരിക്കാൻ. അത് 2 വാക്കോ ഒരു ദിവസം കൊണ്ട് അത് കഴിഞ്ഞു, പിന്നെ എന്തായി നമ്മൾ അറിയില്ല. അതിന് ഒരു പ്രതികരണത്തിന് ഒരു ശേഷിയുണ്ട്. എന്താണ്? ഒരു ധർണ, ഒരു ബഹളം, ഒരു പ്രസംഗം, ഒരു മുദ്രാവാക്യം, ഖലാസ്, അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറെ പണിക്ക് പോയി. ഒരു കാര്യം ഏറ്റെടുത്ത് അതൊരു അവസാനം വരെ എത്തിക്കുക, അതൊരു ലക്ഷ്യബോധത്തോടു കൂടി പടിപടിയായി കാര്യങ്ങൾ നീക്കുക. അത് കഴിഞ്ഞില്ലെങ്കിൽ, അതിൽ ആദ്യത്തെ ചുവടുവെപ്പുകൾ നടന്നില്ലെങ്കിൽ അടുത്ത ചുവടുവെപ്പുകളിലേക്ക് നീങ്ങുക. എന്നായിരിക്കും ഈ സമുദായമൊക്കെ ഇത് പഠിക്കലൊക്കെ? എന്നിട്ട് നമ്മൾ ആലോചിക്കുകയാണ്. നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോ ഇതിന്റെ കൂടെ നിന്നാൽ ഇത് ആർക്കാ ഉപകാരപ്പെടുക? അത് ആ പാർട്ടിക്ക്, നമ്മുടെ കൂട്ടത്തിൽ ആ പാർട്ടിക്കാർക്ക് ഗുണം ചെയ്യും, വേണ്ട. ഇതുകൊണ്ട് ഇവർക്ക് ഗുണം ചെയ്യും, വേണ്ട. ഇതൊക്കെ ആലോചിക്കുന്നത് പലപ്പോഴും. അപ്പോ നമുക്ക് ഇതിന്നൊക്കെ ഒന്ന് മാറണ്ടേ? ഇതൊന്ന് മാറ്റം വരണ്ടേ? പ്രത്യേകിച്ച് ഈ തരം സാഹചര്യങ്ങളൊക്കെ. കേരളത്തിലെ പത്രങ്ങളിൽ UP-യിൽ നടക്കുന്ന ക്രൂരതകളെ പറ്റിയുള്ള വിശദമായ വാർത്തകളൊന്നും വരുന്നില്ല എന്നാ തോന്നുന്നത്. ഞാനൊന്നും പറഞ്ഞ് കുഴപ്പങ്ങളോ വിദ്വേഷങ്ങളോ വളർത്തുന്നില്ല. അധികം പഠിപ്പിക്കാത്തതുകൊണ്ട് ആരും പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ നമ്മൾ ഈ അവസ്ഥകളെ പറ്റി തിരിച്ചറിയണ്ടേ? നാം നിൽക്കുന്ന സാഹചര്യങ്ങളുടെ ഗൗരവം എന്താണ്, പിന്നെ ഈ ആശങ്ക എന്താണ് എന്നതിനെ പറ്റി. അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്ന വിഷയം അതല്ല. ഈ ചിന്ത, അതായത് ഇപ്പൊ ആവശ്യമായ ചിന്തകളോട് വരുന്നില്ല താനും, അനാവശ്യമായ ഇത്തരം ചിന്തകളിൽ ഈ വ്യക്തിത്വം സ്ഥാപിക്കാനുള്ള ഒരു തരം വ്യഗ്രത, അമിതമായ താല്പര്യം വല്ലാതെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നാറുണ്ട്. എന്നെ പോലത്തെയൊക്കെ ഒരാൾക്ക് അത്ര ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ആ കൂട്ടത്തിലാണ് ഈ മാസപ്പിറവി ഒരുമിക്കണം, മാസം ഒന്നായി കാണണം, എല്ലാവരുടേതും ആവണം എന്നൊക്കെ പറയുന്ന ചിന്ത വരുന്നത്. പലപ്പോഴും മുസ്ലിങ്ങള് ഒന്നിക്കാൻ വേണ്ടിയുള്ള യോഗങ്ങൾ ഉണ്ടാക്കും. ആ കമ്മിറ്റികൾ പിന്നീട് പലതായി സ്പ്ലിറ്റ് ചെയ്യും. അമീബന്റെ മാതിരിയാണ്. പിന്നെ അത് കുറെ ഉണ്ടാവും. ബാബരി മസ്ജിദ് സംരക്ഷിക്കാൻ വേണ്ടി ഒരു ടീം ഉണ്ടാക്കി 3 or 4 സംഘങ്ങളായി പിരിഞ്ഞു. അവസാനം ബാബരി മസ്ജിദ് കയ്യിൽ നിന്ന് പോയി. എന്നായിരിക്കും ഇതിനൊക്കെ ഒരു മാറ്റം വരിക? അപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഒരു വർത്താനം കേട്ടിരിക്കണത്, ഇമാം മഹ്ദി വരാനുണ്ട് അവസാന കാലഘട്ടത്തിൽ, അദ്ദേഹം രക്ഷകനായി കടന്നു വരും, അദ്ദേഹം വരാൻ സമയമായിരിക്കുന്നു, ഇനി അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ രക്ഷയുണ്ടാവുകയുള്ളൂ. ഖലാസ്, മഹ്ദി വരൂലേ തുടങ്ങിയ വിഷയങ്ങളെ പറ്റി ഒന്നും ചോദിക്കല്ലേ. ഞാൻ ആ വിഷയത്തെ പറ്റി ഇപ്പോഴൊന്നും പറയുന്നില്ല, പറയേണ്ട സമയത്ത് ഞാൻ പറയാം. എന്നിട്ട് ആ ഇമാം മഹ്ദി വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായി? സമാധാനായി. നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ മിണ്ടാതിരിക്കുക. മഹ്ദി വരട്ടെ, മഹ്ദി വരട്ടെ, മഹ്ദി വരട്ടെ. എന്താണ് ഇത് കഥ? അപ്പോ ഇതര മതസ്ഥരെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പിൻപറ്റാൻ പോകുന്നതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞാണല്ലോ, ചാണിന് ചാണും മുഴത്തിന് മുഴവുമായിട്ട്. അതിന്റെ നല്ല ഉദാഹരണങ്ങളാണ് ഈ പറയുന്നവയൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അങ്ങനെ ഒരു കൽപ്പന ദീനിലില്ല. ലോകത്തെല്ലായിടത്തും മുസ്ലിങ്ങൾ ഒരേ ദിവസം പെരുന്നാൾ ആഘോഷിക്കണം എന്ന് പറയുന്ന ഒരു കൽപ്പന അള്ളാന്റെ കിതാബിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ ഇല്ല. അങ്ങനെ വസിയത്തില്ല. അത് നടപ്പിലാക്കാൻ പറ്റും വിധത്തിൽ നൂറ്റാണ്ടുകൾ മുസ്ലിങ്ങളുടെ കയ്യിൽ ലോകത്തിന്റെ നിയന്ത്രണം ഉണ്ടായിട്ട് വരെ അവരാരും ചെയ്തിട്ടില്ല. അയിമത്തുകളും മുജദ്ദിദുകളും ജീവിച്ചിരുന്ന കാലത്ത് വരെ. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് പിന്നെ പറഞ്ഞു വന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി തീർക്കുന്നത്? എന്തിനപ്പൊ ഞാൻ പറഞ്ഞത്? നാം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനകളിൽ, അള്ളാഹുവെ ശാപമേറ്റ ജൂതന്മാരുടെ സ്വഭാവങ്ങളോ വഴിപിഴച്ച ക്രിസ്ത്യാനികളുടെ മാർഗത്തിലോ ഞങ്ങളെ ചേർക്കരുതേ നാഥ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന സ്വബോധം നമ്മിൽ ഉണ്ടാവുക. അതുകൊണ്ട് അവരെ പോലെ ആവാനല്ല, ആവാതിരിക്കാനുള്ള ചിന്താഗതിയാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത് എന്നർത്ഥം. എന്ന് വെച്ചാൽ അവരിൽ വിദ്യാഭ്യാസമുള്ളവരുടെ വിദ്യാഭ്യാസത്തിന്റെ രീതികൾ പിൻപറ്റിക്കൂടാ എന്നോ അറിവുള്ളവരുടെ അറിവിനെ സ്വീകരിച്ചുകൂടാ എന്നോ അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ചിന്ത എന്താണ് എന്ന് ചോദിച്ചാല്, എന്തിപ്പോ ഞാൻ പറഞ്ഞു വെച്ചത് ഓർമ്മയിലുണ്ടോ? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാതിരിക്കാൻ കാരണം, ഖുർആന് സ്വീകരിക്കാതിരിക്കാൻ കാരണം
എന്തായിരുന്നു? ബാഗിയൻ, അസൂയയായിരുന്നു. എന്തിന്റെ അസൂയ? അള്ളാന്റെ വഹyi അള്ളാഹു ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ദാസന് നൽകിയതിലുള്ള അസൂയ. അഥവാ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതാന പരമ്പരയിൽ പ്രവാചകത്വം നൽകാതെ ആ പ്രവാചകത്വം ഇസ്മായിൽ നബിയുടെ സന്തതികളുടെ പരമ്പരകളിൽ നൽകി എന്നതിന്റെ അസൂയ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എന്തോ ഒരു രസമുള്ള കിതാബാന്ന് പറയുന്നത്. എടാ, ജൂത ക്രൈസ്തവർക്ക് നിങ്ങളോടുള്ള വികാരം അസൂയയാണ്. അത് അക്കാലത്തും അതെ, ഇക്കാലത്തും അതെ, എല്ലാ കാലത്തും അത് തന്നെയാണ്. പാലാ ബിഷപ്പിന്റെയും അതുപോലെയുള്ള കുറെ എണ്ണത്തിന്റെയും ഒക്കെയുള്ള അയാൾ മാത്രമല്ല, അയാളുടെ ശബ്ദം പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തു വരാത്ത ശബ്ദങ്ങൾ വേറെ പലരുടേതുമുണ്ട്. നിങ്ങൾ കേരളത്തിൽ കേട്ടിട്ടില്ല നേരത്തെയൊക്കെ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും ട്യൂഷൻ എടുക്കുന്ന അധ്യാപകന്മാരുണ്ട്. കുട്ടികൾക്ക് സ്പെഷ്യൽ ട്യൂഷൻ അല്ല, സ്പെഷ്യൽ ക്ലാസ് വെക്കുന്ന. കഥ പറയാൻ ഞാൻ അല്ല, ഒരു പരസ്പര ബഹുമാനമില്ലേ? ക്ലാസ്സിൽ ഒരു മുസ്ലിം കുട്ടിയുള്ളെങ്കിൽ പോലും നാളെ ഇവന്റെ പെരുന്നാളാണ്, നാളെ ക്ലാസ് ഇല്ല എന്നല്ലേ പറയേണ്ടത്? ഒരു ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാട്ടില്. എന്നിട്ട് പിന്നെ കുറെ ബഹളങ്ങളൊക്കെ വെച്ചതിന് ശേഷം കുറവ് വന്ന് ഇപ്പോഴും പൂർണ്ണമായി നിന്നൊന്നും അഭിപ്രായം എനിക്കില്ല. കുറേ ഉണ്ട്. ഇത് വിദ്വേഷത്തിന്റെ വാക്കുകളല്ല, വസ്തുതകളാണ് ഇതൊക്കെ. അപ്പോ അവർക്ക് ഇങ്ങോട്ട് തോന്നുന്ന വികാരം അസൂയയുടേതാണ് എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ആ കാലഘട്ടത്തേക്ക് മാത്രം ബാധകമായ ഒരു കാഴ്ചപ്പാടല്ല, എല്ലാ കാലത്തും ആ അസൂയ നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ചരിത്രം 200 വർഷത്തോളം പോപ്പിന്റെ ആശീർവാദത്തോടെ യൂറോപ്പിലെ ക്രിസ്ത്യാനികള് മുസ്ലിം രാജ്യങ്ങളോട് യുദ്ധം ചെയ്തു. ഏതാണ്ട് 200 കൊല്ലം. അതിലൊരു 15 യുദ്ധങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ്. അതിലൊരു 8 യുദ്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. എന്തായിരുന്നു അവരെ പ്രേരിപ്പിച്ച ഘടകം? യൂറോപ്പിലെ പട്ടിണി, പിന്നെ മുസ്ലിം രാജ്യങ്ങളിലെ സമ്പന്നത. പെട്രോളും ഡീസലും പിന്നെ സ്വർണമൊന്നുമല്ല. ജനങ്ങൾ അള്ളാഹുവിനെ അവലംബിച്ച് ആശ്രയിച്ച് ജീവിക്കുക. നല്ലവരായ ഭരണാധികാരികൾ, സ്വാർത്ഥതയില്ലാത്ത ഭരണാധികാരികൾ അവരെ നയിക്കുക. എന്നിട്ട് ആ നാട്ടിൽ അപ്പൊ സുഭിക്ഷത ഉണ്ടാവും, അള്ളാന്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പൊ അവർ ആഹാരത്തിനും വസ്ത്രത്തിനും ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു മുസ്ലിം രാജ്യങ്ങൾ. അത് കണ്ട് സഹിക്കവയ്യാതെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾക്ക് പോപ്പ് അംഗീകാരം കൊടുത്തു. എന്താണ് അംഗീകാരം? നിങ്ങൾ കുരിശ് യുദ്ധത്തിന് തുടങ്ങിക്കോളൂ, കുരിശു മുന്നിൽ വെച്ചിട്ട്. അതിൽ കൊല്ലപ്പെടുന്നവർക്ക് മുഴുവൻ സ്വർഗം വാഗ്ദാനം ചെയ്തു പോപ്പ്. ജയിച്ചാൽ ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കാം, ഭാഗ്യവാന്മാരായി. മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം നടത്തി മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ. ആ പ്രയോഗം കേട്ടില്ലേ നിങ്ങൾ? കുരിശ് യുദ്ധം ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ ചരിത്രത്തിൽ എവിടെയെങ്കിലും എന്താണ് കുരിശ് യുദ്ധം. ആ കുരിശ് യുദ്ധങ്ങളിലൂടെ മുസ്ലിങ്ങളുടെ സാമ്രാജ്യ ശക്തി അഥവാ അധികാര ശക്തിക്കും രാജശക്തിക്കും വളരെ ഇടിവുണ്ടായി. ആ സമയത്ത് തന്നെയാണ് ഏതാണ്ട് താർത്താരികൾ അക്രമവുമായി, മംഗോളിയക്കാരായ അവർ അക്രമവുമായി കടന്നു വന്നത്. ഇത് 200 കൊല്ലുണ്ട്, മറ്റേ കുറച്ച് കാലേ ഉള്ളൂ. ആകെ കൂടി മുസ്ലിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്ന സാഹചര്യം. എന്നിട്ടും തകരാതെ പിടിച്ചു നിന്നതാണ് മുസ്ലിങ്ങളുടെ സാമ്പത്തിക വാണിജ്യ പരമായ ഒരു ശക്തി. ആ വാണിജ്യ ശക്തി എവിടെയാണ് നിലനിന്നിരുന്നത്? കോഴിക്കോട് കേന്ദ്രമാക്കി. കോഴിക്കോട് നിന്ന് ഈ അറബിക്കടൽ മുഖേന പിന്നെ യമനിന്റെ തീരത്ത് വന്നടിയുകയും അവിടെ നിന്ന് സിറിയ വഴി ചരക്ക് ഗതാഗതം യൂറോപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ആ വാണിജ്യ ശക്തി മുസ്ലിങ്ങളുടെ കുത്തകയായിരുന്നു. ആ കുത്തക നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു അവർ. അതിനുവേണ്ടിയാണ് സ്പെയിനിലെ രാജ്ഞി ഇമൽഡ രാജ്ഞിയുടെ ആശീർവാദത്തോടെ വാസ്കോഡി ഗാമ പുറപ്പെട്ടതും കോഴിക്കോട് വന്നിറങ്ങിയതും. അയാള് വന്നത് മാപ്പിളാർക്ക് എന്തോ ഒരു പുണ്യദിനം എന്ന വിധത്തിലാണ് ആൾക്കാരെ സംസാരം കേട്ടാ തോന്നുക. കാപ്പാട് എന്തോ ഒരു ബർക്കത്തുള്ള മസാറാണ്, സിയാറത്തിന്റെ സലാലൊക്കെ ഇപ്പൊ തോന്നുന്നത്. ചരിത്രപരമായി സമൂഹത്തെ ഇല്ലാതാക്കി തീർക്കാൻ ആഗോളപരമായി നടന്ന ചിന്തയുടെ
ഒരു ബാഹ്യപത്രമാണ് ആ പറയുന്നത്. പക്ഷെ അള്ളാഹു സഹായിച്ചു. ആ വാണിജ്യ കുത്തക അന്ന് തകർക്കാൻ അവർക്ക് അനുവാദം കൊടുത്തില്ല. പിന്നീട് സംഭവിച്ചത് വേറെ വിഷയം. അതാ ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഹിന്ദു സമൂഹത്തില്, അത് പഠിക്കാൻ വേണ്ടി പറയാണ്, താരതമ്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല, 4 ജാതികളുണ്ട്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും, അല്ലെ? ബ്രാഹ്മണൻ വേദങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര്, ക്ഷത്രിയൻ യുദ്ധങ്ങൾ മറ്റു തുടങ്ങിയ കാര്യങ്ങളുമായി ജീവിക്കുന്നവൻ, പിന്നെ വൈശ്യൻ വ്യാപാര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവൻ, ശൂദ്രൻ താഴേക്കടിയിലെ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കണം. നമുക്ക് ആ കാഴ്ചപ്പാടില്ല. ആദവിന്റെ എല്ലാവർക്കും ഒരേ ബഹുമാനമാണ് നമ്മുടെ ദീൻ നൽകുന്നത്. അവരെന്തോ വിഭജിച്ചോട്ടെ, അത് അവരുടെ സ്വകാര്യ കാര്യം. നിങ്ങൾ ഈ ഹിന്ദു സമൂഹത്തെ, എന്റെ തെറ്റുകൾക്ക് നിങ്ങൾക്ക് തിരുത്തട്ടോ, ഞാൻ അത്ര വലിയൊരു ഡോക്ടർ എന്നുള്ള വിഷയങ്ങളിൽ. ഈ സമൂഹങ്ങളിൽ നിങ്ങൾ ബ്രാഹ്മണന്മാരെ കാണാൻ പറ്റുമില്ലേ കേരളത്തില്? ക്ഷത്രിയൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തെ കാണാൻ പറ്റില്ലെങ്കിലും നായന്മാരുടെ ഒരു വിഭാഗം അതാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഒക്കെ നമുക്കത് വകവെച്ച് കൊടുക്കാം. ഈ പിന്നെ ശൂദ്രന് നമുക്ക് കാണാം, ഈ ദലിതരും പട്ടികജാതി എന്നൊക്കെ പറഞ്ഞുള്ളവരൊക്കെ ആ പിന്നോക്ക വർഗ അധികൃത വർഗമാണ്. പിന്നെ വൈശ്യൻ എവിടെ? പിന്നെ ജീവിത മാർഗമായി സ്വീകരിച്ചവൻ കേരളത്തില് എവിടെയെങ്കിലും വല്ല പുസ്തകം കിട്ടുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ഒരുപാട് പരിശോധിച്ചു. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ വൈശ്യൻ എന്ന് പറഞ്ഞ ഈ വിഭാഗത്തിന് കാര്യമായി ഒന്ന് ഉരുത്തിരിഞ്ഞു വന്ന അങ്ങനെ ഒരു റോൾ ഇവിടെ കേരളത്തിൽ ഉണ്ടായില്ല. കാരണം ആ ഭാഗം മുഴുവൻ മിക്കതും കൈയാടിയിരുന്നത് മുസ്ലിങ്ങളായിരുന്നു. ചരിത്രപരമായി വൈശ്യൻ ചെയ്യേണ്ടിയിരുന്ന ഇത് അബ്ദുൾ റൌഫിന്റെ ഒരു തിയറിയാണ്. ഇത് ഖുറാനൊന്നല്ല, ചരിത്രപരമായുള്ള ഒരു പഠനം പറയാണ് ഞങ്ങളോട്. ആ ഭാഗം കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ മുസ്ലിങ്ങളായിരുന്നു. അങ്ങനെ വാസ്കോഡി ഗാമയുടെ വരവോടുകൂടി ഉണ്ടായ ആ ഒരു ശ്രമത്തെ അവർ തടുത്തു നിർത്തിയെങ്കിലും, അത് തടുത്തു നിർത്തുന്നതിൽ അള്ളാന്റെ സഹായം, പിന്നെ സാമൂതിരി എന്ന ഒരു ഹിന്ദു രാജാവ് മുസ്ലിം രാജ്യങ്ങളോട് സഹായം ചോദിച്ചിട്ടൊന്നും കിട്ടിയില്ല. സാമൂതിരിയുടെ പടയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മരക്കാർമാർ മാത്രമല്ല, നായർ പടയുണ്ടായിരുന്നു. മുസ്ലിങ്ങളും നായന്മാരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വിദേശ ശക്തിയെ തടഞ്ഞു നിർത്തി, പോർച്ചുഗീസുകാരെ തടഞ്ഞു നിർത്തി, മുസ്ലിങ്ങളുടെ ഈ വ്യാപാര കുത്തക നിലനിർത്തി. പിന്നീട് മാറ്റങ്ങൾ വന്നു, പലതും സംഭവിച്ചു. മുസ്ലിങ്ങളുടെ ആ കുത്തകയൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ പിന്നീട് നീണ്ട കാലമാണ് ഞാൻ ഈ പറഞ്ഞത്. നഷ്ടപ്പെട്ടപ്പോൾ എന്തുണ്ടായി? ഈ മുസ്ലിങ്ങള് അവരതുവരെ ജീവിതമാർഗമായി സ്വീകരിച്ചിരുന്നത് വ്യാപാരമാണ്. ആ വ്യാപാരത്തിൽ നിന്ന് അവർ തടയപ്പെട്ടിട്ട് അവരെ കൃഷിത്തൊഴിലേക്ക് പിന്നെ നിർബന്ധിക്കപ്പെട്ടു. നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുസ്ലിങ്ങൾ പൊതുവെ കൃഷിയിൽ ഇല്ലാന്ന് ഞാൻ പറയില്ല, പക്ഷെ അവരെ കാര്യമായ ചിന്ത എവിടേക്ക് വരൂല. കിട്ടിയ ഒരു തക്കത്തിന് പിന്നെ കച്ചവടത്തുമൊക്കെ അവരല്ലാതെ പോവാ. ക്രിസ്ത്യൻ സഹോദരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 10 സെന്റ് ഭൂമി കിട്ടിയാൽ കപ്പ വെക്കാനോ റബ്ബർ വെക്കാനുള്ള ആ ഒരു പ്രവണതേനെ പോലെ എടുത്തിട്ടുണ്ടാ. അങ്ങനത്തെ ഒരു വല്ലാതെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ വല്ലാതെ കാണില്ല. മുസ്ലിങ്ങൾ എന്ത് കിട്ടിയാലും കച്ചവടത്തിന്റെ മനസ്ഥിതി, വ്യാപാരത്തിന്റെ മനസ്ഥിതിയിലേക്കാണ് വരിക. അങ്ങനെ ഈ മുസ്ലിങ്ങൾ അതുവരെ ഇല്ലാത്ത ഒരു പുതിയ ജീവിത രീതിയിലേക്ക് തള്ളപ്പെട്ടു. ആ തള്ളപ്പെടൽ ചരിത്രപരമായി നടന്ന വല്ലാത്തൊരു ഒരു ആഘാതമാണ് മുസ്ലിം സമുദായത്തിന്. അതിലൂടെ എന്ത് സംഭവിച്ചു? നേരത്തെ ഭേദപ്പെട്ട വീടുകളും ഭേദപ്പെട്ട വരുമാനങ്ങളുമായി സാമാന്യം ഭേദപ്പെട്ട് തീരപ്രദേശങ്ങളോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന മുസ്ലിം സമുദായം, മാപ്പിള സമുദായം, കേരളം മുഴുവൻ, അത് കൊല്ലത്തും മലബാറിലും ഒക്കെ സംഭവിച്ചതാണ്. അവർ എന്തിനു നിർബന്ധിതരായി? കൃഷി പലപ്പോഴും തീരപ്രദേശങ്ങൾ ഉണ്ടാവില്ലല്ലോ, ഉൾനാടുകളിലേക്ക് ഉൾവലിയാനും അവർക്ക് പരിചയമില്ലാത്ത ഒരു ജീവിത രീതി സ്വീകരിക്കാനും നിർബന്ധിതരായി. ഒടുവിൽ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, സാമ്പത്തികമായി വളരെ വലിയൊരു ഇടിവിലേക്കും തകർച്ചയിലേക്കും ഒരു സമുദായം ഒന്നായിട്ട് കൂപ്പുകുത്തുന്ന സാഹചര്യം വന്നു. എന്തിനാണ് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇതൊക്കെ പറയുന്നത്? ഞാൻ വിവരമുള്ളവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇതൊന്നും വലിയ വിവരങ്ങളും അല്ല, ഇതിലേറെ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറയുന്നത് ചരിത്രം എന്നതിന്റെ പ്രത്യേകത അത് ആവർത്തനമാണ്. അവിടെ നിന്ന് അള്ളാഹു ആവർത്തനം നൽകിയിട്ട് ഭേദപ്പെട്ട ജീവിതവും ഭേദപ്പെട്ട ആഹാരവും കഴിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അള്ളാഹു നമ്മളെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അത് ഗൾഫിന്റെ വരവോടുകൂടി, ഗൾഫിന്റെ സുഖങ്ങളോടുകൂടി. അള്ളാഹു അത് നിലനിർത്തി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, കാലത്തിന് അങ്ങനെ ഒരു സാഠ്യമൊന്നുമില്ല ഇങ്ങനെ നിലനിൽക്കണം എന്നുള്ളത്. അപ്പോ അസൂയ, അതാ ഞാൻ പറഞ്ഞു വന്നത്. ആ നഷ്ടപ്പെട്ട അധകൃതരായി നിന്നിരുന്ന മുസ്ലിം സമുദായം
അവഗണിക്കപ്പെട്ട മുസ്ലിം സമുദായം, CH മുഹമ്മദ് കോയ സാഹിബിന്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ആരാന്റെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി നിന്നും മുസ്ലിം സമുദായത്തില് ഇന്ന് ആവശ്യത്തിലേതും ഡോക്ടർമാരുണ്ട്, വിദ്യാസമ്പന്നരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഞാൻ ഈ പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ തലശ്ശേരി മുതൽ ഇങ്ങോട്ട് ഈ ഭാഗത്തും അതുപോലെ പിന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗത്തും ഒക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി രാവിലെയൊക്കെ ബസ്സിലോ അല്ലാതെ യാത്ര ചെയ്യാറുണ്ട്. അപ്പൊ എന്നെ വല്ലാതെ പിന്നെ ആനന്ദിപ്പിച്ച ഒരു വിഷയം എന്താണെന്നറിയോ? മുസ്ലിം കുട്ടികൾ ചെറിയ പ്രായം മുതൽ വലിയ പ്രായം വരെ +2 കോളേജ് തലങ്ങളിൽ +2 തലങ്ങളിൽ വരെ കുട്ടികൾ, അവരെ നമ്മൾ യൂണിഫോമിൽ കാണാൻ പറ്റുള്ളൂ. ആ കുട്ടികൾ ഡ്രസ്സൊക്കെ മാറ്റി നല്ല വേഷം അണിഞ്ഞ് പുസ്തകങ്ങളും ചോറ്റുപാത്രങ്ങളും ഒക്കെയായി റോഡ് നേരെ കുട്ടികൾ നിൽക്കുകയാണ്. ആ കുട്ടികളെ യാത്രയാക്കാൻ ആ കുട്ടികളുടെ ഉമ്മമാർ, അവർ അറിയാത്ത ഒരു വിപ്ലവം നയിച്ചവരാണ് ഈ ഉമ്മമാർ, ഈ സമുദായത്തിലെ സ്ത്രീകൾ. അവർക്ക് നഷ്ടപ്പെട്ട സുഖം, വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹം തങ്ങളെ മക്കൾക്ക് നൽകാനും തങ്ങളെ അടിച്ചമർത്തിയവരോട് മധുരമായി പ്രതികാരം ചെയ്യാനുമുള്ള ഒരു മാനസികമായ ഒരു തീരുമാനം ചരിത്രപരമായി കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ഏറ്റെടുത്തു. പുരുഷന്മാർ തയ്യാറായി, അവരെ പിന്തുണച്ചു. അതിന്റെ മാറ്റം ഒരു 10 കൊല്ലം കൊണ്ട് 20 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഇപ്പൊ കാണാനുണ്ട്. സ്ഥാപനങ്ങൾ മതിയാവുന്നില്ല, എല്ലായിടത്തും മുസ്ലിങ്ങൾ കയറിപ്പറ്റുകയാണ്. കിട്ടാതെ പോയത് IAS IPS ഒക്കെ ആണെങ്കിൽ അവിടെയും മുസ്ലിങ്ങൾ കൈവച്ച് കളഞ്ഞു. അപ്പൊ ഇനി എന്ത് വേണം? പണ്ട് വാസ്കോഡി ഗാമ വന്നതുപോലെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തിന് നേരെ മദീനയിൽ ഇസ്രായേലിൽ പെരുമാറിയതുപോലെ അസൂയ അത് പെരുകുകയാണ്. അതുകൊണ്ട് പെരുകണമെങ്കിൽ എന്ത് വേണം? അത് ഇല്ലാതാക്കണമെങ്കിൽ ആടിനെ പട്ടിയാക്കി തല്ലിക്കൊല്ലണം. മുസ്ലിങ്ങളെ വികാരത്തിന് അടിപ്പെട്ടവരാക്കി മാറ്റണം, അവരെ പ്രകോപിതരാക്കി മാറ്റണം. ഈ ഉള്ളിലെ അജണ്ട നാം തിരിച്ചറിയാം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പൂർവ്വകഥ എന്താണെന്ന്, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന്. ആ ലക്ഷ്യം ഞങ്ങൾ നേടും. ആ ലക്ഷ്യങ്ങൾ നേടിയിട്ട് ഞങ്ങൾ അവസാനിക്കുമോ? പല സന്ദർഭത്തിലും ചരിത്രപരമായി വഞ്ചിക്കപ്പെട്ട ഒരു സമുദായമാണ് ഞങ്ങൾ എന്ന ബോധം എല്ലാവരുടെ കയ്യിലുണ്ടാവുക. എന്നിട്ട് എല്ലാവരും ആത്മാർത്ഥമായി തന്നെ ഈ ശ്രമത്തിൽ മുന്നോട്ട് പോവുക. കാരണം ഈ അസൂയയുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നാം അത്ഭുതപ്പെടേണ്ടതില്ല. ഖുർആൻ പഠിച്ചൊരാൾക്ക് ഒരു അത്ഭുതമില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, ഇതിലേറെ പോലെ മനസ്സിലുണ്ടാവും. ഇത്രയൊക്കെ ഇവർക്ക് ഇവിടുത്തെ സാഹചര്യം കൊണ്ട് പറയാൻ പറ്റുന്നു എന്നേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ന്യായത്തിലേക്ക് വാ. അവർ അവരെ വിറ്റത് എത്ര ചീത്തയായ കാര്യം. ഇഷ്തറ എന്ന വാക്കിന് വാങ്ങി എന്നും അർത്ഥമുണ്ട്, വിറ്റു എന്നും അർത്ഥമുണ്ട്. അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ വിറ്റത് എത്ര ചീത്തയായ കാര്യം എന്ന് വെച്ചാൽ അവർക്കറിയാവുന്ന സത്യത്തെ മറച്ചു വെച്ച് അവർ അവിശ്വസിച്ചു. അതൊരു കച്ചവടത്തിനോട് ഉപമിക്കുകയാണ്. വിറ്റത് സ്വന്തം ശരീരത്തിന്റെ ഭാഗ്യമാണ്, ലഭിക്കേണ്ട സ്വർഗീയ സുഖം, അതിനെ വിറ്റു. എന്തിനു പകരമായി? ഈ ദുനിയാവിൽ കിട്ടുന്ന തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി. അതായത് എന്താണ് അവർ ചെയ്തത്? ആ വിൽപ്പന എന്ന് പറഞ്ഞാൽ എന്താ? അയ്യഫുറു, അതായത് അവർ അവിശ്വസിച്ചു. ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനെ. ബാഗിയൻ, അസൂയയാൽ. ആ ആയത്തൊക്കെ കാണാതെ പഠിച്ചു വെക്ക്. ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്ന സമയത്ത് ഈ ആയത്ത് എന്നും ആവശ്യമുണ്ടാവും. എന്തിനസൂയ? അയ്യുനസ്സിലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിൽ, മിൻ ഫളിലിഹി, അവന്റെ ഔദാര്യത്തിൽ നിന്ന്, അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക്, അവരുദ്ദേശിക്കുന്നവർക്ക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്നതിലെ അസൂയ കൊണ്ടാണ് അവർ അവിശ്വസിച്ചത്. അവര് ഒളബിന്റെ മേൽ ഒളബ്, അള്ളാന്റെ കോപത്തിന് മേൽ കോപം അവർക്ക് അർഹരായി. വലിൽ കാഫിരീന അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യമായ ശിക്ഷയുണ്ട് താൻ. ഞാനിപ്പോ നിയ്യത്താക്കിയത് ഒരു 93-ാമത്തെ ആയത്ത് വരെ ഒന്ന് ഓടി പോകണം എന്നെല്ലാം കൂടി വിചാരിച്ചിട്ടാണ്. പക്ഷെ എത്തിയില്ല. സമയം അവിടേക്ക് സമ്മതിക്കുമോ എനിക്കറിയില്ല. ഏതായാലും ഞാൻ പോവാണ്. അപ്പോ ഈ ആയത്തും ആയത്തും തമ്മിലുള്ള ബന്ധം, അവർക്ക് ശാപമേൽക്കാനുള്ള കാരണം അവർ അള്ളാഹു അവതരിപ്പിച്ച വേദത്തെ അവഗണിച്ചു, അവിശ്വസിച്ചു, അസൂയയായിരുന്നു കാരണം എന്നാണ്. ഇനി 91-ാമത്തെ ആയത്ത്, വൈദ ഖീലലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, ഖാലു, അവർ പറയും, അവരോട്, മദീനയിലെ ജൂതന്മാരോട്, ഖാലു, അവർ പറയും, നുഅ്മിനു ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിക്കും.
വയക്ഫുറൂന അവർ അവിശ്വസിക്കുന്നു ബിമാ വറാഹു അതിന് പുറമേ ഉള്ളതിനെയൊക്കെ. വനക്ഫുറൂനല്ല വയക്ഫുറൂന അവർ പറയും ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്നല്ല പറഞ്ഞ് അവർ അവിശ്വസിക്കും. വഹുവൽ ഹഖു അതിന് പുറമേ ഉള്ളത് വിശുദ്ധ ഖുർആനാണ്, അത് സത്യമാണ്. മുസദ്ദിഖൻ ലിമാ മഅഹും അവരോടൊപ്പമുള്ളതിനെ ശരിവെക്കുന്ന കിതാബാണിത്. എന്താണ് ഈ പറഞ്ഞു തരുന്നത്? അവർ ശാപമേൽക്കാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു, അസൂയ കൊണ്ടാണെന്ന് പറഞ്ഞു. ഇനി പറഞ്ഞു തരുന്നത് അവർക്ക് മറ്റു ചില വാദങ്ങൾ, മറ്റു ചില കാരണങ്ങളുണ്ട് ശാപമേൽക്കാൻ. എന്താണത്? അഹങ്കാരമാണ്. അഹങ്കാരം എന്നുള്ള വാക്ക് ആ ആയത്തിൽ എവിടെ ഇല്ല, അഹങ്കാരം എന്നുള്ള വാക്ക്. പക്ഷെ ആയത്തിന്റെ ആശയം അതാണ്. അവർ പിന്നീട് അള്ളാഹിന്റെ ശാപമേൽക്കാനുള്ള പിന്നീട് മീൻസ് മറ്റൊരു കാരണം അവരുടെ അഹങ്കാരമാണ്. എവിടുന്ന് കിട്ടിയ അഹങ്കാരം എന്നുള്ള വാക്ക്? ഈ മദീനയിലെ ജൂതന്മാരോട് നിങ്ങൾ വിശ്വസിക്കണം, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കണം, വിശുദ്ധ ഖുർആനെ അംഗീകരിക്കണം എന്ന് പറയപ്പെട്ടാൽ അവർക്കൊരു ആളാവലുണ്ട്. എന്താണ് ആളാവല്? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ മുമ്പേ വേദത്തിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ ആ വേദം വിശ്വസിച്ച് നടക്കുന്നുണ്ട്. പിന്നെ പുതിയ ഖുർആൻ ഇപ്പൊ അത് ദൈവികമല്ല ആണെങ്കിൽ തന്നെ അത് മുശ്രിക്കുകൾക്ക് ബാധകം. ഞങ്ങൾക്ക് ഒരു കിതാബ് തീരെ വന്നില്ലല്ലോ, അതുകൊണ്ട് ഔസും ഖദറജും മക്കയിലെ മുശ്രിക്കുകളും അറേബ്യയിലെ മുശ്രിക്കുകളും ഒക്കെ അത് വിശ്വസിച്ചോ, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കൂട്ടരാണ് ഞങ്ങൾ എന്നിങ്ങനെ അവർ പെരുമ പറയാറുണ്ടായിരുന്നു, അഹംഭാവം കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ശാപമേൽക്കാനുള്ള ഒരു കാരണം, ഞങ്ങൾക്കിനി ഒരു റിസാലത്തിന്റെ ആവശ്യമില്ല, ഒരു റസൂൽ ഞങ്ങളിലേക്ക് വരേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കൊരു പ്രവാചക ദൗത്യത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾ ഓൾറെഡി ഒരു കിതാബിന്റെ ആൾക്കാരും ഒരു നബിയുടെ അനുയായികളുമാണ് എന്ന് വീർത്ത് ചീർത്ത് ഇങ്ങനെ വമ്പത്തരം പറഞ്ഞിരുന്നു അവർ. അപ്പൊ അഹംഭാവമാണ് അതിന് കാരണമായത്. ഇനി എനിക്ക് എളുപ്പത്തിൽ പോവാ. എന്താന്ന് പറയുക, ബാക്കി ഭാഗത്തേക്ക്. ബാക്കി രസകരമായ ഖുർആന്റെ മറുപടി ഉണ്ട്. ഖുർആൻ ചോദിച്ചു, ശരി നിങ്ങൾക്ക് വന്ന കിതാബ് വിശ്വസിക്കും അല്ലേ, വേറെ കിതാബ് നിങ്ങൾ വിശ്വസിക്കൂല അല്ലേ, വേറെ നബിനെ നിങ്ങൾ വിശ്വസിക്കൂല, എന്നാ ഒന്ന് ചോദിച്ചോട്ടെ, ഫലിമ തഖ്തുലൂന, നീ ചോദിക്ക്, ഫലിമ തഖ്തുലൂന അംബിയാ അല്ലാഹ് മിൻ ഖബൽ, പണ്ടൊക്കെ നിങ്ങൾ നബിമാരെ കൊന്നിരുന്നല്ലോ, അത് എന്തുകൊണ്ടാ? ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ അത്ര വലിയ മുഅ്മിനീങ്ങളാണെങ്കിൽ. എന്താണ് ആ മറുപടിന്റെ ഒക്കെ ശക്തി എന്നറിയോ? ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾ കിതാബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾ നബിന്റെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് നിങ്ങളെ കിതാബൊന്നും വേണ്ട, ഒരു പുതിയ നബിയും വേണ്ട എന്ന് വമ്പത്തരം പറഞ്ഞപ്പോ, അഹങ്കരിച്ചപ്പോ ഖുർആൻ അവരോട് ചോദിച്ചു, വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യം. അല്ല കൂട്ടരെ, നിങ്ങൾ പണ്ടൊക്കെ നബിമാരെ കൊന്നു എന്ന് കേൾക്കണ്ടല്ലോ, നിങ്ങൾ ആ നബിമാരെ കൊന്നല്ലോ, ആ നബിമാരെയൊക്കെ കൊന്നത് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാ, ഏത് നബി പറഞ്ഞിട്ടാ, ഏത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാ, ഏത് ഈമാന്റെ ബലത്തിലാ, നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? വേണ്ടാത്തരം തോന്നിയാസൊക്കെ ചെയ്യുക, എന്നിട്ട് ഞങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുകയും ചെയ്യാം. അവരെ മുഴുവൻ അടിച്ചിരുത്തിയിട്ടേ ഖുർആൻ പോയിട്ടുള്ളൂ. ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ മറ്റതാണ്, ഞങ്ങൾ ഇതാണ് എന്നിങ്ങനെ പറയുന്ന ഒരുപാട് പേർ ഈ ദുനിയാവിലൊക്കെ കാണാം. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ. എന്നിട്ട് ഇപ്പം ഞാൻ ക്ലാസ് ഒന്ന് പുറത്തു പോകല്ല, സ്വാഭാവികമായി പറഞ്ഞു വെക്കുകയാണ്, അറബ് നാടുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരാൾ എന്തെങ്കിലും ഒരു അന്യായമായി പ്രവർത്തിച്ചാൽ ഉണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോഴേക്ക് മാനുഷിക പരിഗണനകൾ ഇല്ലാത്തവർ, സ്ത്രീയോട് അനീതി കാണിക്കുന്നവർ, പിന്നെ ഒരു വിവേചനം കാണിക്കുന്നവർ തുടങ്ങി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുക. എന്നാൽ ഇവരൊക്കെ നാട്ടിലോ, ഇവരൊക്കെ നാട്ടിലത്തെ അവസ്ഥ എന്താ? എനിക്ക് തോന്നുന്നു മലയാള മനോരമയില് മൂർക്കോത്ത് കുഞ്ഞപ്പ, അയാൾ മരണപ്പെട്ടോ, ഇവരുടെ പത്രത്തിന്റെ ഒരു പ്രധാന വ്യക്തിയായിരുന്നല്ലോ ഈ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ. അയാൾ ഒരിക്കൽ സൺഡേ സപ്ലിമെന്റിൽ എഴുതുന്നുണ്ട്, ഞാൻ ലോകത്ത്, അയാൾ ഈ വിദേശകാര്യ വകുപ്പുകളിലൊക്കെ സജീവ ഉദ്യോഗം വഹിച്ചിരുന്ന ഒരാളാണ്. അയാൾ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും ഒരു ഡിപ്ലോമാറ്റിക് എന്ന നിലക്ക് ജോലി ചെയ്തിട്ടുണ്ട്, പക്ഷെ മനുഷ്യത്വത്തിന്റെ കണികകൾ, മനുഷ്യത്വത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങൾ ഞാൻ കണ്ടത് മുഴുവൻ മുസ്ലിം രാജ്യങ്ങളിലാണ്. എന്നിട്ട് അയാളുടെ സംഭവം പറയുന്നുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, UAE പിന്നെ സ്വാതന്ത്ര്യദിനം, പെരുന്നാൾ ദിനമോ സ്വാതന്ത്ര്യദിനം, അന്ന് അവിടുത്തെ അമീർ ജനങ്ങൾ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി വന്നു നിന്നു. ആ വന്നു നിന്നവരില് വിദേശങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമാറ്റുകളുണ്ട്, വിദേശത്തു നിന്നുള്ള അതിഥികളുണ്ട്, വലിയ വലിയ ഉദ്യോഗം വഹിക്കുന്നവരുണ്ട്, വെറും സാധാരണക്കാരായ നാടൻ മനുഷ്യന്മാരുണ്ട്.
എല്ലാവർക്കും കൈകൊടുത്ത് എല്ലാവരോടും കുശലൻ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മണിക്കൂറുകളോളം അവിടെ നിന്ന രംഗം എനിക്ക് മറക്കാൻ കഴിയില്ല. എന്നിട്ട് അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഒരു ചിത്രം മുസ്ലിം രാജ്യത്തല്ലാതെ ലോകത്തൊരിടത്തും, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്, ഒരിടത്തും എനിക്ക് കാണാൻ കഴിയില്ല. വലിയ വർത്തമാനം വീമ്പളത്തിലൊക്കെ നടക്കും, ഞങ്ങൾക്ക് വിവേചനമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ. പക്ഷെ അതിന്റെ പ്രായോഗികമായ ഒരു ചിത്രം അത് കാണണമെങ്കിൽ മുസ്ലിം രാജ്യത്ത് തന്നെ വരണം. ഞാൻ എൻ്റെ ഒരു സുഖം പറയട്ടെ, നിസ്കാരത്തിന്റെ ഭംഗി അത് പറയാൻ പറ്റുമോ ഖത്തറിൽ നിന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ജോലി ചെയ്തിരുന്ന മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിലാണ്. എവിടെ സാരല്ല, ഈ പ്രവാസികൾ ലേശം പൊങ്ങച്ചൊക്കെ പറയും, സബൂറാക്കിക്കളാം. അവിടെ സെക്കൻഡ് ഫ്ലോറിൽ ഞങ്ങളെ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് മന്ത്രി പലപ്പോഴും പങ്കെടുക്കാറില്ല, ബാക്കി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാര് പങ്കെടുക്കാറുണ്ട് ആ നമസ്കാരത്തിൽ. ഞങ്ങളെല്ലാവരും കൂടി സെഫ് കെട്ടിയിട്ട് ഒരു പള്ളി പോലെ എല്ലാവരും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നിൽക്കുക ചെയ്യാം. ഇമാമത്ത് നിൽക്കൽ പലപ്പോഴും ഹൈദരാബാദുകാരനായ ഒരു ഫറാഷാണ്, ഒരു പ്യൂണാണ്. ആ നാടിനെ നിയന്ത്രിക്കുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സെഫ് കെട്ടി, ലോഹറിന്റെ സമയത്ത് സെഫ് കെട്ടി നിൽക്കുമ്പോ അവരുടെ ബോഡി ഗാർഡുകൾ അവരരികത്തൊക്കെ നിൽക്കുന്നുണ്ട്, അത്ര ഉയർന്ന ആൾക്കാരാണ്. ഈ ഫറാഷ് കാമത്ത് കൊടുത്തതിന് ശേഷം തിരിഞ്ഞിട്ട് പറയും, ഇങ്ങോട്ട് കയറി നിൽക്ക്, ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക്, അങ്ങോട്ട് മാറി നിൽക്കുകയൊക്കെ. ഇമാമാണല്ലോ ഈ പോലീസ് ഓഫീസേഴ്സ് ഇയാളുടെ വാക്ക് കേട്ടിട്ട് അങ്ങോട്ട് കയറി നിൽക്കുകയോ മാറി നിൽക്കുകയോ അരികത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്യും. പറിച്ചെടുത്താൽ പോലും മനസ്സൊന്ന് മാറാത്തൊരു ചിത്രമാണ് ഇസ്ലാമിന്റെ മാത്രം ചിത്രം. കുറച്ചു നേരത്തെ ഇവരൊക്കെ ബെല്ലടിച്ചാൽ ഇവൻ അവിടെ പോയി നിൽക്കണം, കാരണം ഓച്ചാലിച്ച് നിൽക്കണം. അവൻ ഫറാഷാണ്, ഓച്ചാലിച്ച് മീൻസ് പ്രയോഗിച്ചതാണ്, പോയി നിൽക്കണം. പക്ഷെ ഇമാമത്തിന് വേണ്ടി വന്ന് നിൽക്കുമ്പോ ഈ ഫറാഷാണ് അവിടുത്തെ ഇമാം, ഹൈദരാബാദുകാരനായ ആള്. അവരെ എഴുന്നേറ്റ് നിൽക്കുന്ന അങ്ങോട്ട് മാറി നിൽക്കാനും ഇങ്ങോട്ട് മാറി നിൽക്കാനും പറയുമ്പോൾ ഇവരൊക്കെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം അതനുസരിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. പിന്നെ ഞാൻ ആ സെഫുകൾ പരിശോധിക്കാറുണ്ട്, ഏതെല്ലാം നാഷണാലിറ്റിയിൽപ്പെട്ട ആളുകളാണ്. എല്ലാവർക്കും ഒന്നേ പറയാനുള്ളൂ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫതറ സമാവാത് അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാന റബ്ബിയൽ അസീം അത്തഹിയ്യാതു ത്വയ്യിബാതു ലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എന്തോ ഒരു പ്രത്യേകത, ഇത് വേറെ എവിടെയും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഈ ഒരു സുഖം, ആരാധനാക്രമത്തിലെ ഈ ഒരു സുഖം, അതൊരു വല്ലാത്ത ഒരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. ഞാനിത് പറഞ്ഞത് ഈ മാറ്റം, ഏത് മാറ്റം, പിന്നെ ഈ ആളുകൾ തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ മാറ്റം, അത് ഇസ്ലാം നൽകുന്നത് പോലെ വേറെ ഒന്നിലും നൽകാൻ കഴിയുന്നില്ല, ലോകത്തെവിടെയും ഇല്ല എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവർ ജൂതന്മാർ പറയാറുണ്ടായിരുന്ന ഒരു വാക്കെന്താന്ന് പറഞ്ഞാല്, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ അതിൻ്റെ ഒക്കെ മേലെയാണ്, അതിൻ്റെ ഒക്കെ ഉപരിയാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഖുർആൻ അവരോട് വളരെ രസമായിട്ട് തന്നെ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ മുമ്പ് കുറെ നബിമാരെയൊക്കെ കൊന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അത് ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞു വന്ന വാക്കിന്റെ ഒഴുക്ക് വിട്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ പറയാം, പലരും പലതും അവകാശപ്പെടും, പക്ഷെ യഥാർത്ഥത്തിൽ അതൊന്നും പ്രകടിപ്പിച്ച് കാണിക്കാൻ അവരെ കൊണ്ട് സാധിക്കാറില്ല. മനസ്സിലായില്ലേ? നേരെ മറിച്ച് അത് ആ വിധത്തിൽ കാണിക്കുന്നത് എന്താണ്, ഇതിലും ഇസ്ലാമിൽ മാത്രമേ അത് കാണിക്കാൻ കഴിയുള്ളൂ. നമ്മളായിട്ട് അത് തെറ്റിക്കാൻ നിൽക്കരുത് എന്ന് കൂടെ ഒരു വാക്ക് പറയാം. അപ്പൊ ഒന്ന്, ഞങ്ങൾ ഈമാനുള്ളവരാണ്, വേദമുള്ളവരാണ്, നബിയുള്ളവരാണ്, ഞങ്ങൾക്കൊരു നബിയോ വേദമോ വേണ്ട എന്ന് പറഞ്ഞവരോട് ഖുർആൻ ഒരു ചോദ്യം ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങൾ പിന്നെന്തിനെ നബിമാരെയൊക്കെ കൊന്നിരുന്നത്? രണ്ടാമത്തെ ചോദ്യം, അല്ല നിങ്ങൾക്ക് 92-ാമത്തെ ആയത്ത്, നിങ്ങളുടെ പക്കൽ മൂസാ നബി വന്നില്ലേ പിന്നെ തെളിവുകളുമായി, എന്നിട്ട് നിങ്ങൾ എന്തിനാ പിന്നെ കാളക്കുട്ടിന്റെ പിന്നാലെ പോയത്? അത് ഏത് ഈമാനാ കാളക്കുട്ടിയെ ആരാധിക്കാൻ പോയത്? 93-ാമത്തെ ആയത്ത്, നിങ്ങളോട് പലപ്പോഴും മൂസാ നബി ബൈഅത്ത് വാങ്ങിയില്ലേ, എന്നിട്ട് ആ ബൈഅത്ത് നിങ്ങൾ തെറ്റിച്ചില്ലേ? ഈ ബൈഅത്തൊക്കെ തെറ്റിച്ചത് ഏത് ഈമാന്റെ പിന്നെ അടയാളമാണ്? ഞങ്ങൾ ഈമാനുള്ളവരാണ്, ഞങ്ങൾക്കൊരു നബി വേണ്ട, ഒരു പുതിയ കിതാബും വേണ്ട എന്ന് പറഞ്ഞവരോട് ഖുർആന്റെ ചോദ്യം എന്തൊക്കെയാ ചോദ്യം? നിങ്ങൾ നബിമാരെ കൊന്നവരല്ലേ? നിങ്ങൾ കാളക്കുട്ടിയുടെ പിറകെ പോയവരല്ലേ? നിങ്ങൾ മൂസാ നബിയുടെ ബൈഅത്തുകൾ തെറ്റിച്ചവരല്ലേ? ഇതിന്റെയൊക്കെ പേര് ഈമാൻ എന്ന നിങ്ങൾ എന്തിനാണ് ഈ അനാവശ്യമായ അഹംഭാവം നടിക്കുന്നത്? നിങ്ങളിൽ ഈമാനും ഇല്ല, ആ പാരമ്പര്യം പറയാനില്ല, ഖുർആന്റെ പിന്നാലെ വന്നോളൂ. ഇതാണ് ആഹ്വാനം. സമയം ആയി. അടുത്ത ആഴ്ച മുതല് ക്ലാസിന്റെ സമയം ഒന്ന് മാറ്റണം. എന്താന്ന് പറഞ്ഞാൽ ഖത്തറിലൊക്കെയുള്ള മഗ്‌രിബിന്റെ ഇശാന്റെ സമയങ്ങള് പകൽ കുറഞ്ഞു വരാറുള്ളൂ. 5 മണിക്കെങ്ങാണ്ട് മഗ്‌രിബാവാണ്.
ആരും നിസ്കരിച്ചോണ്ട് നമുക്ക് ക്ലാസ് എടുത്തിട്ട് ഇസാക്ക് വിടാൻ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഒരു ആലോചന എന്താണ്, അസ്ലം ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അതെ അതെ അതെ. ക്ലാസ് ഇശാ കൂടി കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ സമയം 7 മണിക്ക്. അപ്പൊ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 7 മണിക്ക് വിഷമുണ്ടെങ്കിൽ പറയുകയോ ചെയ്യണം. 7 മണിക്ക് കഴിയില്ല, നിസ്കാരം കഴിയില്ല. 7:15 വേണം. 7:15 അല്ല, അത് വേണ്ട, അത് 7:10 ഉസ്താദെ. അതായത് ഇന്നിപ്പം നമസ്കാരം കഴിഞ്ഞത് 7:10 അടുത്ത ആഴ്ച സാറ്റർഡേ ആകുമ്പോ 5 മിനിറ്റ് വീണ്ടും പിറകോട്ട് പോവാണ്. അതായത് 7:05 നമസ്കാരം കഴിയും. ഓക്കെ, അപ്പൊ 7:10 സ്റ്റാർട്ട് ചെയ്താ പോരെ? എനിക്ക് വിരോധമല്ല. ഈ ക്ലാസ്സിന് വരുന്നവരുടെ സൗകര്യവും അസൗകര്യവും മാത്രമേ നിങ്ങൾ നോക്കേണ്ടുള്ളൂ. എന്നെ സംബന്ധിച്ചൊരു വിഷയമല്ല. വരുന്ന സാറ്റർഡേ നമുക്ക് ആ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ഒരു 1-2 മിനിറ്റിന്റെ. അതേ അവസരത്തിൽ അതിന്റെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും വീണ്ടും പിറകോട്ടേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ കൃത്യസമയത്ത് 7 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രൂപത്തിലാക്കാം. കാരണം ഇതൊരു സാറ്റർഡേയില് ജോലിയുള്ള ആളുകൾക്കൊക്കെ 6:30ക്കും 6:15 എത്തിച്ചേരാൻ കഴിയണില്ല. 6:10 തുടങ്ങുമ്പോഴേ അവർ ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് വരാൻ കഴിയണില്ല. 7:10 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഭൂരിഭാഗം ആളുകൾക്കും ജോലിയിലുള്ള ആളുകൾക്ക് പോലും ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള സ്ത്രീകൾക്കൊക്കെ നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാലോ. അപ്പൊ നാട്ടിലുള്ളവർക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടാവും, എന്നാലും അത് സഹിക്കാൻ പറ്റുന്നതായിരിക്കും. ഒരു 10:30 വരെ ഇരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ അത് പിന്നീട് 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അത് നോർമലായിട്ട് വരും. പക്ഷെ അതൊരു 10 മണിക്കെല്ലാം തീരുന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പോ നെക്സ്റ്റ് അത് ഏതായാലും അതിന്റെ ടെക്സ്റ്റ് മെസ്സേജ് എല്ലാ ഗ്രൂപ്പുകളിലും ഇടുകയും ചെയ്യാം. അതോടൊപ്പം ഇവിടെ പൊതുവിൽ നമ്മൾ അറിയിക്കുകയാണ് 7:10 തൊട്ടിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അടുത്ത ആഴ്ച മുതൽ 7:10 മുതൽ ക്ലാസ് അധികകാലം നിൽക്കില്ല. നമ്മൾ 7 മണിയിലേക്ക് വരും ഇൻഷാ അല്ലാഹ്. 7 മണി എന്ന് പറഞ്ഞാൽ അവിടെയും ബുദ്ധിമുട്ടുള്ള സമയമല്ല, ഇവിടെ 9:30 എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള സമയമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അടുത്ത ആഴ്ച മാത്രം ചെറിയൊരു പ്രയാസം ഉണ്ടായേക്കാം. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ക്ലാസ് നടത്താണ്, വേറെ ഒന്നുമില്ലല്ലോ. സംശയം ചോദിച്ചുകൊണ്ട് ഞാൻ ഓർത്തു വെക്കാം, അടുത്ത ആഴ്ച പറയാം. ഓക്കെ, എന്നാലും അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.